ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കുറച്ചായി കണ്ടിട്ട്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് കുറച്ച് കൃഷിപ്പണിയാണേ. നമ്മുടെ വീട്ടിൽ കുറച്ച് തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഞങ്ങൾ പടുത്തുയർത്തിയ കൃഷിയിടം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് വളമെല്ലാം ചേർത്ത് നമ്മളിപ്പോൾ കമ്പോസ്റ്റ് പോയി മേടിച്ചുകൊണ്ട് വന്നു. നമുക്കിങ്ങനെ പാക്കറ്റിലൂടെ കമ്പോസ്റ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം മേടിച്ചത് അതുപോലെ ഇങ്ങനെ കളങ്ങളാക്കി തിരിച്ച് ഇതിനകത്തൊക്കെ ഇനി നടാനുള്ളതാണ്. നമ്മുടെ ഒരു ഷെഡിനകത്ത് നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം അത്യാവശ്യം മരുന്നും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കരിമ്പ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 2.5 വർഷത്തോളമായി. പിന്നെ ഒരു അവക്കാടോ പറഞ്ഞ പൊങ്ങി പോയിട്ടുണ്ട്. അവിടെ ഒരു അവക്കാടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴ ചെറിയൊരു കൊലയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നീതു തിരക്കിലാണ്. അതിലിത് പുറകിൽ, നമ്മുടെ വീടിൻ്റെ പുറകിൽ ഉണ്ടായേക്കണ പൂക്കൾ. ഇതല്ല ഞങ്ങൾ സ്ട്രോബെറി നട്ടായിരുന്നതാണ്. ഇപ്പം സ്ട്രോബെറി അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ മാതള നാരങ്ങയാണിത്. ഇതിൽ എന്തൊരു റെഡ് കളർ പൂവ് ഒരു തവണ ഉണ്ടായി, പിന്നെ വന്നിട്ടില്ല. ബേ ലീഫ് ഉണ്ട്, ചെറുനാരങ്ങ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം റോസ ചെടികളാണ്. അങ്ങനെയുണ്ട്. പിന്നെ കോഴി ചത്തുപോയ കാരണം ഇനിയിപ്പോൾ കോഴിനെ മേടിക്കണം. ഇത് ഈ ഏരിയ ഒന്നിന് ക്ലിയർ ചെയ്തെടുക്കണം. ഈ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തെടുത്ത് ഇത് ചെയ്യണം. ഇത് നമ്മളിവിടെ നേരത്തെ പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെന്ന്. ഇന്നൊരു പാഷൻ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കുഞ്ഞു ചെടികളും മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറുനാരങ്ങയാണ്. ഞങ്ങൾ ഏകദേശം ഒരു വർഷമായി അത് മേടിച്ച് വെച്ചിട്ട്. പിന്നെ ഇത് ചെറി ഗുവാവ, അതായത് നമ്മുടെ ചെറിയുടെ അത്ര ഉള്ള ഒരു പേരയ്ക്ക. നല്ല ടേസ്റ്റാണ്, റെഡ് കളറാണ് അതിൻ്റെ ഒരു. ബാക്കി എല്ലാം കൃഷിയും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഗാർഡൻ വന്നിട്ടിത് നമ്മൾ തന്നെ ചെയ്യണതാണ്. ഞാൻ തന്നെ ചെയ്തതാണ് മൊത്തം. ഈ കാണുന്നത് കംപ്ലീറ്റ് കല്ലെല്ലാം ഇട്ട്. അന്ന് പേരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ എല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു ഒറ്റ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ മുന്തിരി കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 10-15 കിലോൻ്റെ അടുത്തോ നിങ്ങൾ മുന്തിരി പറിച്ചിട്ടുണ്ട് ഇതിന്. അപ്പോൾ അതിൽ കൂടുതലുണ്ട്. പിന്നെ ഇത് മാൻഡ്രൈനാണ്. മാൻഡ്രൈൻ ഉണ്ടാവണേക്കായി മുമ്പ് ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറച്ച് കിട്ടിയായിരുന്നു. ഒരുപാട് കിട്ടിയില്ല, എന്നിരുന്നാൽ പോലും കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മുന്തിരി. അതിപ്പോൾ നമ്മൾ മേടിച്ചതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് പോയായിരുന്നു. നമുക്കിതിലെല്ലാം നടന്നതെല്ലാം കാണാം. നമ്മൾ നടാനായിട്ട് മേടിച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന് വീണ്ടും ജീവൻ കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ എൻ്റെ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്.
എല്ലാ ചെടിയും നീതിനെ കൊണ്ടാണ് നടിപ്പിക്കുന്നത്.